ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. നമ്മൾ ചില ദിവസങ്ങളിൽ ഇഡ്ഡലിക്ക് ദോശയ്ക്കൊക്കെ മാവ് അരച്ചു വെക്കാൻ മറന്നു പോകും. ആ ദിവസങ്ങളിലൊക്കെ വെറും 10 മിനിറ്റ് കൊണ്ട് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ദോശ റെസിപ്പിയാണ് ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത്. ഇത് നമ്മൾക്ക് ചമ്മന്തി കൂട്ടിയിട്ടോ അല്ലെങ്കിൽ ചിക്കൻ കറിയോ മീൻ കറിയോ സാമ്പാറോ എന്തിന്റെ കൂടെ വേണമെങ്കിലും നമ്മൾക്ക് കൂട്ടി കഴിക്കാവുന്നതുമാണ്. ഈ ഒരു ദോശ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. യമ്മി അടുക്കളയിലേക്ക് സ്വാഗതം. ദോശ ഉണ്ടാക്കാനായി ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുക്കുന്നത്. ഇതിനി നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരാം. പച്ചരി നന്നായി കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് കുതിരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 2 മണിക്കൂർ നേരത്തേക്ക് നമ്മൾക്കൊന്ന് കുതിരാനായി വയ്ക്കാം. അഥവാ നിങ്ങൾക്ക് രാവിലെയാണ് വേണ്ടതെങ്കിൽ തലേന്ന് തന്നെ കുതിർത്താലും മതിയാവും. അഥവാ കുതിർത്തു വെക്കാൻ മറന്നു പോയാൽ രാവിലെ കുതിർത്തു വെച്ചാലും മതിയാവും. അരി കുതിരാൻ വെച്ചിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. പച്ചരിയൊക്കെ പാകത്തിന് കുതിർന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ വെള്ളമൊക്കെ കളഞ്ഞ് നമ്മൾക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കുതിർത്ത പച്ചരി മുഴുവനായിട്ടും മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് അരച്ചു കൊണ്ടുവരാം. പച്ചരി നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കാനുണ്ട്. മാവിലേക്ക് ചേർക്കാനായി ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ചിരകിയതും 1 സവാളയുടെ അരമുറി കഷ്ണം ചെറുതായി നീളത്തിലരിഞ്ഞതും 2 തണ്ട് കറിവേപ്പിലയും 1 ടീസ്പൂൺ നല്ല ജീരകവും 3 വറ്റൽമുളകും എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിനി നമ്മൾക്ക് അരച്ചു വെച്ചിരിക്കുന്ന പച്ചരി മാവിലേക്ക് ചേർത്ത് ചെറുതായി ഒന്ന് ചതച്ചെടുത്തു കൊണ്ടുവരാം. ഒരുപാട് അരഞ്ഞു പോവാതെ നല്ല രീതിയിലൊന്ന് ചതച്ചെടുത്തു വരാം. അരച്ചു വെച്ചിരിക്കുന്ന പച്ചരി മാവിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും ഉള്ളിയും വറ്റൽമുളകും ജീരകവും ഒക്കെ ചേർത്ത് കൊടുക്കാം. ഇത് ഒരുപാട് നൈസായിട്ട് അരയ്ക്കാതെ ഒന്ന് ചതഞ്ഞു കിട്ടുന്ന രീതിയിൽ മാത്രം ഒന്ന് അരച്ചെടുത്താൽ മതിയാവും. അരച്ചെടുത്ത ദോശമാവ് നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അരച്ചെടുത്ത ദോശമാവ് ഇപ്പം കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത്. ഇതിനി നല്ല ലൂസാക്കി എടുക്കണം. ഞാനിവിടെ മാവ് അരച്ച മിക്സി ജാറിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് അതുകൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഒരു പാകം എന്ന് പറയുന്നത് നമ്മളുടെ നീർദോശയുടെ ഒക്കെ ഒരു പാകത്തിന് വേണം നമ്മൾ ഈ ദോശയ്ക്കുള്ള മാവ് കലക്കിയെടുക്കാൻ. ഈ സമയത്ത് തന്നെ നമ്മൾക്ക് ദോശയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾക്ക് ഈ ദോശയ്ക്കുള്ള മാവ് വേണ്ടത് നല്ല വാട്ടറി കൺസിസ്റ്റൻസിയിലാണ്. നല്ല ലൂസായിട്ട് വേണം ഈ മാവ് ഇരിക്കാൻ. ഇതിപ്പോൾ കറക്റ്റ് പാകമാണ്. എന്നാലും കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കി എടുക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് ഒരല്പം കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളം കൂടെ നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല ലൂസാക്കി എടുക്കാം. ഏകദേശം നമ്മൾ നീർദോശയൊക്കെ ചുടുന്ന അതേ ഒരു പാകത്തിനാണ് ഈ ഒരു ദോശമാവ് എടുക്കേണ്ടത്. ഇനി നമ്മൾക്ക് ദോശ ചുട്ടെടുക്കാം. നമ്മൾ ഈ ദോശ ചുടാനായിട്ട് സാധാ ദോശക്കല്ലല്ല ഉപയോഗിക്കുന്നത്. ഇതുപോലെ അപ്പച്ചട്ടിയാണ് ഉപയോഗിക്കുന്നത്. ചൂടായ അപ്പച്ചട്ടിയിലേക്ക് നമ്മൾക്ക് 1.5 തവി മാവ് ഒഴിച്ച് മാവ് തീരുന്നത് വരെ നന്നായി ഒന്ന് ചുറ്റിച്ചു കൊണ്ടേയിരിക്കണം. മാവ് എല്ലാ ഭാഗത്തേക്കും നന്നായി പറ്റി പിടിച്ചിരിക്കുന്ന രീതിയിലൊന്ന് ചുറ്റിച്ചെടുക്കാം. ഇതുപോലെ. ഈ ദോശയുടെ പേരാണ് തൊട്ടുപുരട്ടി അല്ലെങ്കിൽ കരപര ദോശ എന്നൊക്കെ പറയും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള എണ്ണ കൂടെ ഒന്ന് തൂവി കൊടുത്തതിന് ശേഷം ഒരു മൂടി വെച്ചടച്ച് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 2-2.5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾക്ക് ദോശ വെന്ത് കിട്ടും. ഇനി ഇത് നമ്മൾക്ക് അപ്പച്ചട്ടിയിൽ നിന്ന് മാറ്റാം. ആദ്യത്തെ തൊട്ടുപുരട്ടി ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾക്ക് ബാക്കി എല്ലാ ദോശകളും ചുട്ടെടുക്കാം. മിനിറ്റുകൾക്കുള്ളിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ദോശയാണ് ഈ കരപര ദോശ. ഇത് കഴിക്കാനും വളരെ ടേസ്റ്റിയാണ്. ഏത് കറിയുടെ കൂടെ വേണമെങ്കിലും നമ്മൾക്കിത് കഴിക്കാനും പറ്റും. നിങ്ങൾ എല്ലാവരും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഒരു ദോശ ഉണ്ടാക്കി നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടും.